നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണം 14ആയി. ഇന്ന് മരിച്ചത് പട്ടാമ്പി മുതുതല സ്വദേശി പ്രവീൺ. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 8 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. 4 പേരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ. പാറമീക്കാവിന്റെ പാലക്കാട് വെള്ളാരം കടവിലെ പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ. തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്താൻ ആലോചന. അന്തിമ തീരുമാനം ദേവസ്വങ്ങളുമായുള്ള നാളത്തെ യോഗത്തിനു ശേഷം. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷൻ അന്വേഷിക്കും. സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ വീതം ധനസഹായം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭായോഗ തീരുമാനം. ദുരന്തം ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലെ 152 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ. ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന്. ഫലപ്രഖ്യാപനം മെയ് 4-ന്. അമേരിക്ക വെടിനിർത്തൽ നീട്ടിയതിന് പിന്നാലെ കപ്പലുകൾ ആക്രമിച്ച് ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തു. വെടിനിർത്തൽ നീട്ടിയത് ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനെന്നും നാവിക ഉപരോധം നീക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന ചർച്ചയ്ക്കായി പാകിസ്ഥാനിലേക്ക് പോകാതെ അമേരിക്കൻ സംഘം. ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തീവ്രവാദിയെന്ന് വിളിച്ചെന്ന് പരാതി. ഖർഗെ രാജ്യത്തെ 140 കോടി ജനങ്ങളെയും ജനാധിപത്യത്തെയും അവഹേളിച്ചുവെന്നും ആരോപണം. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാംവളപ്പിൽ പ്രവീണാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രവീണിന്റെ മരണത്തോടെ മരിച്ചവരുടെ എണ്ണം 14ആയി. 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തിരിച്ചറിഞ്ഞ 8 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 4 പേരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ഹരീഷ്, 14 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ടോ? അതായത് പരമാവധി സ്ഥലങ്ങളിലും ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. കിട്ടാവുന്നതിൽ മാക്സിമം റിമൈൻസും ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ തന്നെ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ച മഹസർ എഴുതിയത്. എന്തായാലും ഇനി തുടർന്നുള്ള തിരച്ചിൽ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ ഈ ഒരു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കാര്യം ഇരിക്കുമ്പോൾ അവരുടെ ഉറ്റവരുടെ അവശേഷിപ്പുകൾ ഇനി ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം വേണം. അതുകൊണ്ട് നാളെ കൂടി തിരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് ഔദ്യോഗികമായി ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അധികൃതർ പറഞ്ഞത്. ഒരുപക്ഷെ നാളെയും തിരച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു തിരച്ചിലായിരുന്നു. നാളെ അത്തരത്തിൽ സംവിധാനങ്ങൾ കൊണ്ടുള്ള തിരച്ചിൽ ഉണ്ട് എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് നിരവധി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. കെടാവർ നായ്ക്കൾ, അതുപോലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, സ്കൂബ ഡൈവിംഗ് സംഘത്തെ കൊണ്ടുവന്നുള്ള പരിശോധന, അങ്ങനെ നിരവധി വ്യത്യസ്തമായ രീതിയിലുള്ള പരിശോധനയാണ് ഇന്ന് ഉണ്ടായത്. പക്ഷേ നാളെ അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഇതുവരെയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വൈകിട്ട് വരെ ചില റിമൈൻസ് ഈ ഒരു പ്രദേശത്തു നിന്നും ലഭിച്ചു എന്നുള്ളതാണ്. ആ ഒരു പാടത്തിനോട് ചേർന്ന പ്രദേശത്തു നിന്നും വീണ്ടും ഇത്തരത്തിലുള്ള റിമൈൻസ്, ഈ ഒരു അവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പ്രധാനമായി ഈ ഒരു സ്ഫോടനം നടന്ന പ്രദേശത്ത് ഉദ്യോഗസ്ഥർ പരിശോധിച്ചെങ്കിൽ പോലും അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു സംയുക്തമായ പരിശോധന തന്നെയായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഒരു സംയോജനം അതിനകത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിപുലമായ ഒരു പരിശോധന തന്നെയാണ് ഇന്ന് നടത്തിയത്. രാവിലെ 6:30 മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. ഈ ജില്ലാ പോലീസ് മേധാവി വന്ന് പരിശോധനയുടെ വിലയിരുത്തലെല്ലാം നടത്തിയാണ് പരിശോധന ആരംഭിച്ചത്. ആദ്യം ബോംബ് സ്ക്വാഡ് വന്ന് പരിശോധിച്ചു. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് കയറിയത്. പിന്നീട് ഈ ഒരു കെടാവർ ഡോഗുകളെയും ഡ്രോണുകളെയും ഒക്കെ ഉപയോഗിച്ചുള്ള വിപുലമായ പരിശോധന നടത്തിയെങ്കിൽ പോലും വളരെ കുറച്ച് ഈ ഒരു ശരീര അവശിഷ്ടങ്ങളാണ് ഇന്ന് അവിടെ നിന്നും കണ്ടെത്താനായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം പൂർണ്ണമായി പരിശോധന ആയി, അല്ലെങ്കിൽ ഒരു 90% പരിശോധന പൂർത്തിയായി
എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ തന്നെ പരിശോധന നിർത്തിയത്. നാളെ ഇത് സംബന്ധിച്ച് പരിശോധന തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഒരുപക്ഷെ തുടരാൻ സാധ്യതയുണ്ട്. പക്ഷേ വിപുലമായ രീതിയിലുള്ള പരിശോധന നാളെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഈ പെസോയുടെ ഒരു കണക്ക് പ്രകാരം ഇത് ഈ തീപിടുത്തമുണ്ടായത് ചൂട് കൊണ്ട് മാത്രമല്ല എന്നുള്ളൊരു കണക്കാക്കലാണ്. അതുകൊണ്ട് ഇതിൽ പൂർണ്ണമായൊരു അന്വേഷണം ആവശ്യമാണ്. ഇന്ന് DGP അടക്കം വന്ന സമയത്ത് പറഞ്ഞത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവിടെ സജ്ജമാക്കുന്നുണ്ട്. 18 അംഗ ടീമായിരിക്കും അതിലുണ്ടാവുക. ഈ ഒരു പ്രധാനമായും ഇത് ഇത്തരത്തിൽ വല്ല ദുരൂഹതയുമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണം, ഈ ഒരു ബ്ലാസ്റ്റിന് കാരണം ആയ സംഭവം എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അവർ കൃത്യമായി തന്നെ ആ ഒരു അന്വേഷണം നടത്തുമെന്ന് DGP അടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ചൂടുകൊണ്ട് ഇത്തരത്തിലുള്ള ബ്ലാസ്റ്റ് സംഭവിക്കാമെന്നുള്ളതാണ് പ്രാഥമികമായി അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതും. നമ്മൾ അത്തരത്തിൽ തന്നെയാണ്, അത് പ്രാഥമികമായി അങ്ങനെയാണ് ചിന്തിക്കുക. അത് ചൂടിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള താപനില, ഉയർന്ന താപനില ഉള്ളത് കൊണ്ട്, വലിയ ചൂടുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ബ്ലാസ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പെസോ അടക്കം പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതിൽ കൂടുതൽ അന്വേഷണം വേണം. ഇനി ഏതെങ്കിലും ദുരൂഹത ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണം. അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ സജ്ജമാക്കിയത്. അത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ആ ഒരു 18 അംഗ സംഘം ഇവിടെ അന്വേഷണം തുടരുക എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആ ഒരു തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ അല്പം ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തി അത് കൃത്യമായ രീതിയിൽ തന്നെ ഫോറൻസിക് വിദഗ്ധരടക്കം പരിശോധിച്ച DNA ടെസ്റ്റിനടക്കം അയക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അതിനുശേഷമേ അത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ച, ഈ പ്രദേശവാസികളെ സംബന്ധിച്ച വലിയ ഒരു സങ്കടം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഒരു പ്രദേശം മൊത്തം ചാമ്പലാവുകയും അവിടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ലോകത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമ്പോൾ അത് തീർച്ചയായും എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്ന വലിയൊരു ദുരന്തമായി അത് മാറി എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ ഇപ്പോഴും ആ പ്രദേശവാസികളിൽ ആ ഒരു വിഷമം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പൂരവുമായി ഇന്നത്തെ അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്നും വ്യാപക തിരച്ചിലാണ് നടത്തിയത്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചും സ്കൂബ ഡൈവിംഗ് സംഘവും ഡ്രോൺ പരിശോധനയും ഒക്കെ ഇന്ന് നടത്തിയിരുന്നു. ഇന്നും ധാരാളം ശരീരാവശിഷ്ടങ്ങൾ പാടത്തിന്റെ പല ഭാഗത്തു നിന്നുമായി കണ്ടെത്തിയിരുന്നു. നാളെ തിരച്ചിൽ പുനരാരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അധികൃതർ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടത്തിക്കോട് വെടിപ്പുര അപകടത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അന്വേഷിക്കും. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനം. ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനങ്ങളെടുത്തത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ CMDRFിൽ നിന്നും 10 ലക്ഷം രൂപ വീതവും SDRFിൽ നിന്നും 4 ലക്ഷം രൂപ വീതവും നൽകാനാണ് തീരുമാനം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം വീതവും ധനസഹായം നൽകാനും തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് 6 മാസം വരെ ആവശ്യമെങ്കിൽ സൗജന്യ ചികിത്സ നൽകാനും തീരുമാനം. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കുകയാണ്. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി SDRFിൽ നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRFിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. ദുരന്തത്തിൽ കളക്ടർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന് പുറമെ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. തിരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനു വേണ്ടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിന് ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടറുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കും. പൂരം നടത്തിപ്പ് സംബന്ധിച്ച തീരുമാനം നാളെ ചേരുന്ന അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പാലക്കാട് ജില്ലാ കളക്ടറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്കാണ് സ്റ്റോപ്പ് മെമ്മോ.
തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാർ ആർ രാമചന്ദ്രൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. നിർമ്മാണശാലയിൽ അളവിൽ കൂടുതൽ വെടിമരുന്ന് കണ്ടെത്തിയതായി പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. തുടർന്ന് ലൈസൻസിക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെവിൻ സ്റ്റീഫനാണ് പാറമേക്കാവ് വെടിക്കെട്ടിന്റെ ലൈസൻസ് നൽകിയിരിക്കുന്നത്. ഈ വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത് മുതലമടയ്ക്ക് സമീപം വെള്ളാരം കടവിലാണ്. ഈ വെടിക്കെട്ട് നിർമ്മാണശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം. വലിയ തോതിൽ പടക്ക നിർമ്മാണം നടക്കുന്നയിടമാണ് പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാല. ചിറ്റൂർ തഹസിൽദാർ പടക്ക നിർമ്മാണശാല സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സാഹചര്യത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം ചടങ്ങുകളോടെ നടത്തണമെന്ന് പറഞ്ഞാൽ ആചാരവും ജനങ്ങളുടെ വികാരവും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്നും ദേവസ്വങ്ങൾ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടം. തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനായി സൂക്ഷിച്ച വെടിക്കോപ്പുകൾ നിമിഷ നേരം കൊണ്ട് പൊട്ടിച്ചിതറിയപ്പോൾ പലരുടെയും ജീവൻ കൂടിയാണ് നഷ്ടമായത്. ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ വേദന വേറെയും. ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് പൂരാഘോഷങ്ങൾ പരിമിതപ്പെടുത്താമെന്ന നിഗമനത്തിലേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എത്തിയത്. പൂരം ചടങ്ങുകളോടെ നടത്തണമെന്ന് പറഞ്ഞാൽ ആചാരവും ജനങ്ങളുടെ വികാരവും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്നും സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു. പൊതുജനത്തിൻ്റെ ഒരു വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ ഭരണകൂടം എന്ത് പറയുന്നു അതിനോട് കൂടെ നിന്ന് ചെയ്യും. വെടിക്കെട്ടൊഴിവാക്കി പൂരം ചടങ്ങുകളോടെ നടത്താമെന്ന നിലപാടിലാണ് തിരുവമ്പാടി ദേവസ്വം. സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ഒരു വികാരമുണ്ട്, ജനവികാരമുണ്ട്. നമ്മൾ തിരുവമ്പാടി മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ പൂരത്തിന് മുന്നേ നമ്മൾ ധാരാളം മീറ്റിങ്ങുകളും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണതിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇരു ദേവസ്വങ്ങളുണ്ട്, ഘടകപൂരങ്ങളുണ്ട്. അവരൊക്കെ എത്രത്തോളം എന്താണ് ഇതിനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് തിരുവമ്പാടി ദേവസ്വം കൂടി ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു തീരുമാനമായിരിക്കും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഉപജീവനം നയിക്കുന്നത്. നിരവധി ബിസിനസ്സുകൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ട മലപ്പുറം എടപ്പാൾ സ്വദേശിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. തറക്കൽ ചോങ്ങലത്ത് വിജയനാണ് മരിച്ചത്. പൊന്നാനി ബ്ലോക്ക് മെമ്പർ സന്ദീപിന്റെ അച്ഛനാണ്. ശനിയാഴ്ചയാണ് വിജയൻ ജോലിക്കായി തൃശൂരിലേക്ക് പോയത്. മറ്റു വാർത്തകൾ നോക്കാം. തമിഴ്നാട് പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന DMK സഖ്യവും അധികാരം തിരിച്ചുപിടിക്കാൻ ഉറച്ച് AIADMK സഖ്യവും നേർക്കുനേർ പോരാടുമ്പോൾ വിജയ് എന്ന ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനം മത്സരത്തെ ത്രികോണ പോരാട്ടത്തിന്റെ ആവേശത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. 5 കോടിയിലധികം വോട്ടർമാർ നാളെ ബൂത്തിലെത്തുമ്പോൾ തമിഴ് മണ്ണ് ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. ആഴ്ചകൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. ഭരണകക്ഷിയായ DMK സഖ്യവും പ്രതിപക്ഷമായ അണ്ണാ DMK സഖ്യവും തമ്മിലാണ് സംസ്ഥാനത്ത് പ്രധാന മത്സരമെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിനെത്തിയ നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം പിടിക്കുന്ന വോട്ടുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. പരമ്പരാഗത ദ്രാവിഡ പാർട്ടികൾക്കൊപ്പം ദേശീയ പാർട്ടികളും പുതുതായി രൂപീകരിക്കപ്പെട്ട കക്ഷികളും കൂടി ചേരുമ്പോൾ ഇത്തവണത്തെ പോരാട്ടം കൂടുതൽ സങ്കീർണവും ആവേശകരവുമാകുന്നു. ദേശീയ പാർട്ടികൾ ഇത്തവണ വലിയ പ്രാധാന്യമാണ് തമിഴ്നാട്ടിന് നൽകിയിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ ദേശീയ നേതാക്കളുടെ വൻ നിര തന്നെ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിരുന്നു. BJPക്കും RSSനുമെതിരെ കടുത്ത വിമർശനമാണ് രാഹുൽ ഗാന്ധി പ്രചാരണ വേളയിൽ ഉന്നയിച്ചത്. TVK അധ്യക്ഷൻ വിജയ്ക്കും അണ്ണാ DMKയ്ക്കും നൽകുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ BJPക്കുള്ള വോട്ടാണെന്ന കടുത്ത ആക്ഷേപം DMK ഉന്നയിക്കുകയും ചെയ്തു. പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും ദേശീയ നേതാക്കളുടെ സജീവ ഇടപെടലുകളും കൂടി ചേരുമ്പോൾ തമിഴ്നാട് ഇത്തവണ കാത്തിരിക്കുന്നത് ആവേശകരവും പ്രവചനാതീതവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെയാണ്. സംസ്ഥാനത്തുടനീളം 10,000-കണക്കിന് പോളിംഗ് സ്റ്റേഷനുകളിലായി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിയോടെ അവസാനിക്കും.
മെയ് 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ദിവസങ്ങൾ നീണ്ട ചൂടുപിടിച്ച പ്രചാരണത്തിനൊടുവിൽ വോട്ടെടുപ്പിനൊരുങ്ങി പശ്ചിമ ബംഗാളും. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും സുരക്ഷ ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഏപ്രിൽ 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. ജൽപൈഗുരി, ഡാർജിലിംഗ്, മാൽഡ തുടങ്ങി 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. വോട്ടെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ അന്താരാഷ്ട്ര അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ബംഗാൾ. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം ക്രമീകരണം നടത്തുമെന്നും സുതാര്യമായി നടപടികൾ ഉറപ്പാക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. SIR മുതൽ വനിതാ സംവരണം വരെയുള്ള വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പോരാട്ടമാണ് മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും നടത്തിയത്. BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള വടക്കൻ ബംഗാളിലെ മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തും. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് 2011 മുതൽ ബംഗാളിനെ നയിക്കുന്ന മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടി കരുത്തു തെളിയിച്ച BJP ഇത്തവണ ബംഗാൾ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. വനിതാ സംവരണ ബിൽ പാസ്സാകാത്തതോടെ ബംഗാളിന്റെ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശം തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് ഇല്ലാതാക്കിയെന്ന പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നടത്തിയത്. 294 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഈ മാസം 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രിയെ ഭീകരൻ എന്ന് വിളിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി BJP. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ഭീകരതയ്ക്കെതിരെ നടപടിയെടുത്ത നേതാവാണ് നരേന്ദ്രമോദിയെന്നും ഖാർഗെ മാപ്പ് പറയണമെന്നും നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ചത്. ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്മീഷന് പരാതി നൽകിയത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിയെ മോശം ഭാഷയിൽ അഭിസംബോധന ചെയ്തത് അപലപനീയമാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഭീകരർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ച നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് തുടർച്ചയായി മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. The president of the Congress party and the leader of the opposition in Rajya Sabha has spoken in such condemnable words, and not just anywhere, not sitting with his friends. He went choosing an election-bound state, sitting there, addressing the media, and in that chose to call the Prime Minister a terrorist. It has been a pattern in the Congress party that they use chosen abusive language against the Prime Minister. And they repeatedly use it. There's no change or correction in their course. They have not changed their approach. A country where its Prime Minister has repeatedly said zero tolerance for terror. We will take every action, as opposed to the way in which Congress-led UPA acted on terrorists. They did all kinds of compromises. They didn't take any action. Whereas you find a Prime Minister who has taken sternest position and made sure terrorism is not given any inch of a space in this country. And here is the Congress party president calling him a terrorist. Outrageous. എടപ്പാടി പളനിസ്വാമിക്ക് എങ്ങനെ മോദിയുമായി ചേരാൻ സാധിക്കുമെന്നും അദ്ദേഹം ഒരു ഭീകരവാദിയാണ് എന്നുമായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുടെ വാക്കുകൾ. സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ പാർട്ടികളെയും ജനങ്ങളെയും ഭയപ്പെടുത്തുന്ന നേതാവെന്ന് പറയാനാണ് താൻ ശ്രമിച്ചതെന്ന് മല്ലികാർജ്ജുന ഖാർഗെ വിശദീകരിച്ചു. അമൃത ന്യൂസ്,
ന്യൂഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുഃഖത്തിലും ഐക്യത്തോടെ രാജ്യം നിലകൊള്ളും. ഒരു തരത്തിലുള്ള ഭീകരവാദത്തോടും രാജ്യം തലകുനിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തി. രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന് മുന്നിൽ രാജ്യം ഒരിക്കലും തലകുനിക്കില്ലെന്നും ഭീകരരുടെ ഹീനമായ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്നും അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കി. ജീവൻ നഷ്ടപ്പെട്ടവരെ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ദുഃഖത്തിലും ഐക്യത്തോടെ രാജ്യം നിലകൊള്ളുമെന്നും വ്യക്തമാക്കി. ഭീകരവാദത്തെ തുരത്താനുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാണെന്നും പ്രധാനമന്ത്രി. ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തി. രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമമുണ്ടായാൽ രാജ്യം ശക്തിയോടുകൂടി അതിന് മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 1 വർഷമായി. 26 നിരപരാധികളുടെ ജീവനാണ് നഷ്ടമായത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആക്രമണം നടന്ന ബൈസരൻ വാലിയിൽ ഒരുക്കിയിരിക്കുന്നത്. പഹൽഗാമിനൊപ്പം കശ്മീരിൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന മേഖലകളെല്ലാം ഇന്ന് സുരക്ഷാ സേനകളുടെ കർശന നിരീക്ഷണത്തിലാണ്. പഹൽഗാം ഇപ്പോഴും പഴയ നിലയിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിലും ആക്രമണമുണ്ടായ ബൈസരൻ വാലി പുൽമേടുകളിൽ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. മേഖലയിലെ ഓരോ പോയിന്റുകളിലും സൈനിക ചെക്ക് പോസ്റ്റുകളിലും വിശദമായ പരിശോധനയുമുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി QR കോഡ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഭാരതീയരെ ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങളെയെല്ലാം രാജ്യം ഒറ്റക്കെട്ടായി ചെറുത്തുവെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N. രാമചന്ദ്രന്റെ മകൾ ആരതി. ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുടെ 1ാം വർഷത്തിൽ രാമചന്ദ്രൻ അനുസ്മരണ സമിതി ഇടപ്പള്ളിയിൽ സംഘടിപ്പിച്ച ശ്രദ്ധാഞ്ജലി ചടങ്ങിനെത്തിയതായിരുന്നു ആരതി. ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയത് ശക്തമായ തിരിച്ചടിയാണെന്നും ആരതി പറഞ്ഞു. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിലായിരുന്നു എറണാകുളം ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രന് ജീവൻ നഷ്ടമായത്. മകൾ ആരതിയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു പിതാവിനെ ഭീകരർ വധിച്ചത്. നടുക്കുന്ന ഓർമ്മകളുടെ 1ാം വർഷത്തിൽ രാമചന്ദ്രന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒത്തുചേർന്നു. ഇടപ്പള്ളി ദേവൻകുളങ്ങര ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ രാമചന്ദ്രന്റെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും മഹാദേവിലൂടെയും പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം ശക്തമായ മറുപടിയായിരുന്നു നൽകിയതെന്ന് രാമചന്ദ്രന്റെ മകൾ ആരതി പറഞ്ഞു. ഭാരതം നൽകിയ തിരിച്ചടിയിൽ അഭിമാനമുണ്ട്. രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാൻ ഭീകരർ നടത്തിയ ശ്രമത്തെ രാജ്യം ഒറ്റക്കെട്ടായി നേരിട്ടെന്നും ആരതി പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം, അതിൻ്റെ പെയിൻ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ആ പെയിൻ എനിക്കൊരു ശബ്ദം തന്നിട്ടുണ്ടോ. അങ്ങനെ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത ആ ആക്രമണത്തിൽ അവര് ടെററിസ്റ്റ് വിചാരിച്ചിരുന്നത് ഇവിടെ സെപ്പറേറ്റഡ് ആവുന്നു, ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നു. RSS ദക്ഷിണ കേരളം പ്രാന്ത കാര്യകാരി അംഗം KK വാമനൻ അനുസ്മരണ സന്ദേശം നൽകി. രാമചന്ദ്രന്റെ ഭാര്യ ഷീലയും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം തിരുവാർപ്പ് J ബ്ലോക്ക് 9000 പാടശേഖരത്തെ കർഷകരുടെ സമരം ഫലം കണ്ടു. പാടത്ത് കെട്ടിക്കിടന്ന 25 ലോഡ് നെല്ല് സംഭരിച്ചു തുടങ്ങി. മില്ലുകൾ ക്വിന്റലിന് 5 കിലോ കിഴിവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കർഷകർ ചൊവ്വാഴ്ച പാഡി ഓഫീസ് ഉപരോധിച്ചിരുന്നു. 6 മണിക്കൂർ നീണ്ട സമരത്തിനൊടുവിലാണ് നെല്ല് സംഭരണം പൂർത്തീകരിക്കാൻ നടപടിയായത്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ J ബ്ലോക്ക് 9000 പാടശേഖരത്തിൽ കൊയ്ത്ത് പൂർത്തീകരിച്ചിരുന്നെങ്കിലും കിഴിവിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ നെല്ല് സംഭരണം സ്തംഭിച്ചിരിക്കുകയായിരുന്നു. ക്വിന്റലിന് 3 കിലോ കിഴിവ് എന്ന ധാരണയ്ക്ക് വിരുദ്ധമായി 5 കിലോ കിഴിവ് മില്ലുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കമാണ് സംഭരണം തടസ്സപ്പെടാൻ കാരണമായത്. 220 ലോഡ് നെല്ല് സംഭരിച്ചിരുന്നു. എന്നാൽ 25 ലോഡ് പാടത്ത് തന്നെ കിടന്നു. ചൊവ്വാഴ്ച കർഷകർ ജില്ലാ പാഡി ഓഫീസ് ഉപരോധിച്ചു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. സമരം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ധാരണയാകാതിരുന്നതിനെ തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും പാഡി ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. 6.5 മണിക്കൂർ നീണ്ട സമരത്തിനൊടുവിലാണ് നെല്ല് സംഭരണത്തിന് വീണ്ടും ധാരണയായത്. 3 കിലോ കിഴിവിൽ തന്നെ നെല്ല് സംഭരിക്കാമെന്ന് മില്ലുകൾ സമ്മതിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഇതോടെ ഇന്ന് രാവിലെ മുതൽ വീണ്ടും നെല്ല് സംഭരിച്ചു തുടങ്ങി. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരമാണ് J ബ്ലോക്ക് 9000. കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വാഹനം എത്താത്തതിനാൽ വള്ളത്തിലാണ് നെല്ല് കയറ്റിക്കൊണ്ടുപോകുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം ജില്ലയിൽ പരക്കെ വേനൽമഴ പെയ്തത് കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. വ്യാഴാഴ്ച ഈ പാടശേഖരത്തെ നെല്ല് സംഭരണം പൂർത്തീകരിക്കുമെന്നാണ് സപ്ലൈകോ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കോട്ടയം.
ഇറാൻ തീരത്ത് കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. ഇറാൻ തീരം വഴി കടന്നുപോയ കാർഗോ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഹോർമുസിൽ ഇറാൻ 8 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഒരു കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായത്. കപ്പൽ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. ഒമാൻ തീരത്തിന് വടക്കുകിഴക്കായി 15 നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു കപ്പലിന് നേരെയും വെടിവെപ്പുണ്ടായി. പനാമയുടെ കൊടിവെച്ച MSC ഫ്രാൻസിസ്ക എന്ന കപ്പലിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ദമാം തീരത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ടതായിരുന്നു കപ്പൽ. ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനാണ് തന്റെ തീരുമാനമെന്നും നാവിക ഉപരോധം നീക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇത് യുദ്ധപ്രഖ്യാപനമാണെന്നും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് 2 ആഴ്ച കൂടി കരാർ നീട്ടിയതായുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. ഇറാന്റെ ഭരണകൂടത്തിൽ ഭിന്നതകൾ നിലനിൽക്കുന്നതിനാൽ ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായി വെടിനിർത്തൽ നീട്ടുകയാണെന്നും എന്നാൽ രാജ്യത്തിന്റെ തുറമുഖങ്ങളിൽ US നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കയുമായും ഇസ്രായേലുമായുമുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ നേതാക്കളും പ്രതിനിധികളും ഒരു ഏകീകൃത നിർദ്ദേശം സമർപ്പിക്കുന്നതുവരെ വെടിനിർത്തൽ തുടരും. എന്നാൽ ഇതൊരു യുദ്ധപ്രഖ്യാപനമാണെന്നും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആക്രമണം നീട്ടിവെക്കാൻ തീരുമാനിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടാനിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ യാത്ര റദ്ദാക്കി. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇറാന് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ നീക്കം. ഇറാൻ, തുർക്കി, UAE എന്നിവിടങ്ങളിലെ 14 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിമാനങ്ങൾക്കുമെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തി. ആയുധങ്ങളും ഡ്രോൺ ഭാഗങ്ങളും കടത്തുന്നതിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിലൂടെ തകർന്ന ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ ശേഷി വീണ്ടെടുക്കുന്നത് തടയുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാനെ ആഗോള സാമ്പത്തിക വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിലൂടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു കരാറിൽ അവരെ എത്തിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സർവീസിൽ നിന്ന് വിരമിച്ച് 2 വർഷം പിന്നിട്ടിട്ടും മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ യാത്ര ഇപ്പോഴും നക്ഷത്ര ചിഹ്നമുള്ള കാറിൽ തന്നെ. KL 07DE 6561 എന്ന നമ്പറുള്ള ഇന്നോവ കാറിൽ 3 നക്ഷത്ര ചിഹ്നം വെച്ചാണ് തച്ചങ്കരിയുടെ യാത്ര. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിടുന്ന തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിലെത്തിയതും നക്ഷത്ര ചിഹ്നമുള്ള കാറിലാണ്. മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ചിഹ്നമുള്ള ബോർഡ് അഴിച്ചുമാറ്റി. 2007 രജിസ്റ്റർ ചെയ്ത അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ടോമിൻ തച്ചങ്കരി വിചാരണ നേരിടുന്നത്. എറണാകുളം കിഴക്കമ്പലത്ത് ചതുപ്പിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ജംഗിൾ പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ. പഴങ്ങനാട് പ്രവർത്തിക്കുന്ന ജംഗിൾ പാർക്കിന് ആവശ്യമായ രേഖകൾ ഇല്ല എന്നാണ് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ കണ്ടെത്തൽ. പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് പല നിർമ്മാണങ്ങളെന്നും പരിശോധനയിൽ കണ്ടെത്തി. അനധികൃത നിർമ്മാണവും പ്രവർത്തനവും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കോട്ടയം സ്വദേശികളുടെ 5 വയസ്സുകാരനായ മകൻ ജംഗിൾ പാർക്കിന്റെ ചതുപ്പിൽ വീണ് മരിച്ചത്. ബിയോണ്ട് ബോൺ പ്രീ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 25 അംഗ സംഘം പാർക്ക് സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. കോഴിക്കോട് മാവൂരിൽ യുവാവിന് സൂര്യാഘാതമേറ്റു. മാവൂർ സ്വദേശി ബൈജുവിനാണ് സൂര്യാഘാതമേറ്റത്. ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം മാവൂർ അങ്ങാടിയിൽ നിന്നും സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ബൈജുവിന് ഇടതുകൈയിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു. വീട്ടിലെത്തി നോക്കുമ്പോൾ കൈയിൽ ചെറിയ കുമിളകൾ കണ്ടു. തുടർന്ന് ഇന്ന് രാവിലെ ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിലെത്തിയ ബൈജുവിനെ ഡോക്ടർ പരിശോധിച്ചു. തുടർന്നാണ് സൂര്യാഘാതമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. വിഷുവിനൊപ്പം 21ാം ജന്മദിനവും ആഘോഷമാക്കി അമൃത TV. തിരുവനന്തപുരം കൈമനം അമൃതാനന്ദമയി മഠത്തിൽ അമൃത കുടുംബാംഗങ്ങൾക്ക് വിഷു കൈനീട്ടവും വിഷു സദ്യയും നൽകി. മേന്മ എന്ന ആപ്തവാക്യം മുൻനിർത്തി 2005 വിഷുദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ അമൃത TV ഈ വിഷുവിനൊപ്പം 21ാം ജന്മദിനവും ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരം കൈമനം അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് അമൃത TV ഡയറക്ടർ R മഹാദേവ അയ്യർ, കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരി ദയാമൃത ചൈതന്യ, അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ PN കൃഷ്ണചന്ദ്രൻ, അമൃത IAS അക്കാദമി ഡയറക്ടർ S ജയകുമാർ തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി. അമൃത TV ബിസിനസ് ഹെഡ് R ശിവകുമാർ,
ടെക്നിക്കൽ വകുപ്പ് മേധാവി ഗിരീഷ് കുമാർ, സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാർ, ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ വിഭാഗം മേധാവി എസ് വിമൽകുമാർ, അഡ്മിനിസ്ട്രേഷൻ മേധാവി ദീപ, ചീഫ് മാനേജർ വിനോദ് വി നായർ, HR മാനേജർ ആർ രാധിക തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അമൃത കുടുംബാംഗങ്ങൾക്കുള്ള വിഷുക്കൈ നീട്ടം ഡയറക്ടർ ആർ മഹാദേവ അയ്യറും വിഷുത്തൈ നീട്ടം അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രനും നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മൂഴിക്കലിലെ നസ്രീനയുടെ കൊലപാതകത്തിന് പിന്നാലെ ഫോൺ കിണറ്റിലിട്ടത് അദ്നാൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് പോലീസ്. മരിക്കുന്നതിന് മുൻപ് അദ്നാൻ തന്നെയാണ് 3 ഫോണും കിണറ്റിൽ ഉപേക്ഷിച്ചത്. CCTV പരിശോധനയിലാണ് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചത്. മൊബൈൽ ഫോണുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനു പിന്നിൽ ബന്ധുക്കൾക്ക് പങ്കുണ്ടെന്ന സംശയത്തിലായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസം ബന്ധുക്കളെ ചോദ്യം ചെയ്തതോടെയാണ് മൊബൈൽ ഫോണുകൾ സംബന്ധിച്ച ദുരൂഹതകൾ നീങ്ങിയത്. അടുക്കള ഭാഗത്തെ വാതിലിന്റെ താക്കോൽ പിറകുവശത്ത് തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. ഈ വിവരം അറിയാവുന്ന അദ്നാൻ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നാണ് പുറത്തെത്തിയത്. താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കുന്നതിന്റെ ശബ്ദം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ചേവായൂർ പോലീസ് പറഞ്ഞു. വീടിനുള്ളിൽ മോഷ്ടാവ് കയറിയെന്ന സംശയത്താൽ വല്യുമ്മ നസ്രീനയുടെ ഫോണിലേക്ക് 4:50-നാണ് വിളിക്കുന്നത്. ഈ സമയം ഫോൺ അദ്നാന്റെ കൈവശമായിരുന്നു ഉള്ളത്. കൂടാതെ വല്യമ്മ വിളിച്ചിട്ട് കിട്ടാതിരുന്നതോടെ നസ്രീനയുടെ ഉമ്മയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇതോടെയാണ് അദ്നാൻ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തെത്തിയതെന്നും പോലീസ് പറയുന്നു. ഫോൺ കിണറ്റിൽ ഉപേക്ഷിച്ച ശേഷം വീണ്ടും വീടിനുള്ളിൽ കയറിയ അദ്നാൻ വാതിൽ പൂട്ടുകയായിരുന്നു. തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. പുലർച്ചെ 5:10-ഓടെയാണ് അദ്നാൻ വാതിൽ തുറന്ന് പുറത്തുപോയതെന്നാണ് പോലീസ് പറയുന്നത്. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെയാണ് അദ്നാൻ വീട്ടിലെത്തിയത്. സ്വഭാവദൂഷ്യം കാരണം അദ്നാനെ നേരത്തെ മർദ്ദിക്കുകയും ഫോണിലെ സിം കാർഡും മെമ്മറി കാർഡും നശിപ്പിക്കുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.